നമ്മള് എൻ്റെ അനുഭവം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുരനുഭവമാണുള്ളത്. ആ ദുരനുഭവത്തിലേക്ക് ആരും പോകരുത്. ഇന്നത്തെ ഈ പരിപാടിയോട് കൂടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ ഒരു 10-25 വർഷം മുമ്പുള്ള ഒരു ലോക പുകവലി വിരുദ്ധ ദിനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അന്നിവിടെ ഉണ്ടായിരുന്നത് പോലീസ് സംഘടിപ്പിച്ച SI ഷാജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു റാലിയിൽ പങ്കെടുത്ത് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് ഞാൻ ഇവിടുത്തെ ഒരു കോപ്പറേറ്റീവ് കോളേജിന്റെ പ്രസിഡന്റുമായിരുന്നു. അത് കാരണം കുറേ കുട്ടികളും എനിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ എന്നോട് അതിന്റെ പ്രിൻസിപ്പളും SI ഷാജിയും പറഞ്ഞു, വക്കീലെ പൂങ്ങോട്ടുകുളത്ത് നിന്ന് പോലീസിന്റെ റാലി തുടങ്ങുന്നുണ്ട്, നിങ്ങൾ അവിടെ വന്ന് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. എനിക്ക് ഭയങ്കര മനസ്സാക്ഷി തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, ഷാജി ഞാൻ വരില്ല. കാരണം ഞാനൊരു പുകവലിക്കുന്ന ആളാണ്. അത് സാധാരണ പുകവലിക്കുന്ന ആളൊന്നുമല്ല, അമിതമായിട്ടുള്ള ഒരു ചെയിൻ സ്മോക്കറായിരുന്നു ഞാൻ. അത് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ഇന്റർനാഷണൽ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള OP റഷീദിനറിയാം, എന്റെ സഹപ്രവർത്തകനാണ്. അതാ നിൽക്കുന്നത്. അപ്പൊ ഓഫീസിൽ രാവിലെ ഞാൻ ചെന്നാൽ ഏകദേശം ഒരു 3 പാക്കറ്റ് അന്നത്തെ കാലത്ത് ഗോൾഡ് ഫ്ലൈക്ക് എന്ന് പറയുന്ന സിഗരറ്റാണ്. ഇന്നത് ഉണ്ടോയെന്ന് എനിക്ക് കൂടി അറിയില്ല. അതിൽ 3 പാക്കറ്റ് സിഗരറ്റ് സാധാരണ ഞാൻ വലിച്ചിരുന്ന ഒരാളാണ്. ഒരു ഏട്രേ എന്ന് പറഞ്ഞാൽ അടുത്ത ഏട്രയിലേക്ക് മാറും. അങ്ങനെ കയ്യിൽ നിന്ന് ആളുകൾ, ഏത് കക്ഷികളുണ്ടായാലും സ്ത്രീകളായാലും കുട്ടികളായാലും ആരായാലും വലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അതെടുത്ത് മുറിച്ച് കളഞ്ഞു. അപ്പം മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടിക്കഷ്ണങ്ങൾ എവിടെ ഉണ്ടോ എന്ന് തെരഞ്ഞു നടന്ന് ഞാനത് വലിച്ചു. അതിനുശേഷം മകൻ കുറച്ച് പ്രായമായപ്പോൾ മകൻ അത് എടുത്ത് വെള്ളത്തിലിടാൻ തുടങ്ങി. പിന്നെ എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യം തോന്നി. അപ്പോൾ എല്ലാത്തിനും നമുക്ക് സിഗരറ്റ് വലിക്കണം. ഭക്ഷണം കഴിച്ച ശേഷം, ഭക്ഷണത്തിന് മുമ്പ്, കപ്പസ് പോകുമ്പോൾ, അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള, പുകവലിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു ശീലമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു തീരുമാനമെടുത്തത്. ഇത് നല്ലൊരു അവസരമാണ്. എല്ലാ വർഷവും 1-ാം തീയതി ഞാൻ നിർത്തും, 5-ാം തീയതി അതിൻ്റെ 5 ഇരട്ടി വലിക്കും. അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ജനുവരി 1-ാം തീയതി മാറി മെയ് 31-ാം തീയതി വന്നപ്പോൾ ഞാൻ ഷാജിയുടെ തീരുമാനത്തിൽ ഞാൻ വരാം. പക്ഷേ എനിക്കെന്ന് തോന്നുന്നു, ഞാൻ വലിച്ചുകൊണ്ട് അവിടെ പോയി ഉദ്ദേശിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാനൊരു 3-4 പാക്കറ്റ് സിഗരറ്റ് ഓഫീസിൽ നിന്ന് പോകുന്ന സമയത്ത് കൈവശം വെച്ചു. വീട്ടിൽ ചെന്ന് എൻ്റെ ഒരു ചെറിയൊരു റൂമുണ്ട്, പ്രൈവറ്റ് റൂം. ആ റൂമിനകത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം 10 മണി മുതൽ ഏകദേശം 3 മണി വരെ ഞാൻ 3.5 പാക്കറ്റ് സിഗരറ്റ് അങ്ങോട്ട് വലിച്ചു തീർത്തതിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ അവസാനിക്കുന്നത്. അങ്ങനെ അവസാനമുള്ള ഒരു 4-5 സിഗരറ്റുകൾ ഞാൻ ചുരുട്ടി മടക്കിയെടുത്തു. പിറ്റേ ദിവസം ഞാൻ രാവിലെ പോയിട്ട് ഞാൻ റാലിയിൽ പോയിട്ട് ഞാൻ പ്രസംഗിച്ചു. ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അതുകൊണ്ട് എന്താണ് എനിക്ക് ഗുണം കിട്ടിയത്? ഈ ദന്തൽ അസോസിയേഷൻ്റെ പരിപാടിയിലായതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് 4 പല്ലുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 4 പല്ലുകൾ എനിക്ക് നഷ്ടപ്പെട്ടു. ആ 4 പല്ലുകൾ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ തൊണ്ടയിലെ കഫം നിറഞ്ഞു വന്നിരുന്ന സമയമാണ്. പക്ഷേ അതിനുശേഷം ഈ സിഗരറ്റിൻ്റെ മണം കേട്ടാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ് എന്നത് പറയാം. കാരണം എൻ്റെ ചേംബറിനകത്ത് ഏതെങ്കിലും ആളുകൾ പുറത്തുനിന്ന് സിഗരറ്റ് വലിച്ചിട്ട് അകത്ത് വന്നാൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ടല്ലേ, നിങ്ങളൊന്ന് അകത്ത് പുറത്തു പോയി കുറച്ചു നേരം നിന്ന് വായ കഴുകിയതിന് ശേഷം വരൂ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ ആ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിർത്താൻ സാധിക്കൂ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ മഴയത്തും ഈ 70+ ആയിട്ടുള്ള ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സംഘാടകരോട് പറഞ്ഞത്, ഞാനിവിടെ വന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം പങ്കുവയ്ക്കാൻ തന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ സംഘാടകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.